നമസ്കാരം, ഞാൻ ആര്യനാട് മോഹനൻ. ഈ അടുത്ത കാലം വരെ അസ്പൃശ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. മുടിമുറിക്കൽ എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖല. ഒരു 30 വർഷത്തിന് മുമ്പ് ഈ മേഖല വളരെ അംഗീകാരമില്ലാതെ കിടന്നിരുന്ന ഒരു മേഖലയായി ഇരുന്നു. അന്ന് ബ്യൂട്ടീഷ്യന്മാരെന്ന് പറയുന്നതും നഴ്സുമാരെന്ന് പറയുന്നതും സമൂഹത്തിൽ വളരെ പിന്നോക്കം തള്ളിയ ഒരു വിഭാഗക്കാരായിരുന്നു, ഒരു തൊഴിൽ വിഭാഗക്കാരായിരുന്നു. കാലം മാറിയപ്പോൾ അതിനൊക്കെ മാന്യതയുള്ള തൊഴിലായും അതനുസരിച്ച് അംഗീകാരവും കിട്ടുന്ന തരത്തിലേക്ക് വളർന്നു വന്നു എന്ന് പറയുന്നതല്ല, വളർത്തിയെടുത്തു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി, നല്ലത്. ഞാൻ വർക്ക് ചെയ്യുന്ന KTDC ഹോട്ടൽ ചൈത്ര, തിരുവനന്തപുരത്ത് തമ്പാനൂർ KTDC ഹോട്ടൽ ചൈത്രത്തിലെ വിക്കി ജെൻസ് ബ്യൂട്ടി പാർലറാണ്. അങ്ങനെ ഞാൻ നടത്തി വരവേ ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ ജെൻസ് ബ്യൂട്ടി പാർലർ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത്. ആ തുടങ്ങിയ കാലയളവിൽ ഒരുപാട് ആൾക്കാർ ജെൻസ് ബ്യൂട്ടി പാർലർ തേടി ഇവിടെ എത്തിയിരുന്നു. കേരളത്തിൻ്റെ വടക്ക് നിന്നും ഒക്കെ ആൾക്കാരെത്തിയിരുന്നു. അന്ന് ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശ്രീനിവാസൻ സാറ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു. അവിടെ വിക്കി ജെൻസ് ബ്യൂട്ടി പാർലർ എന്ന ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരറ്റത്തുനിന്ന് മററ്റം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നടക്കുന്ന ആയിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ആണുങ്ങളുടെ സൗന്ദര്യശാലയോ? ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ആണുങ്ങൾക്കൊരു സൗന്ദര്യശാല ഉള്ളത്. സ്ത്രീകളുടെ ലേഡീസ് ബ്യൂട്ടി പാർലർ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ ചെന്നൈയിലും ബോംബെയിലും ഒക്കെ അതുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഉള്ളത് ഞാൻ ആദ്യം കൊണ്ട് അറിയുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് പരിപാടികൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലേഡീസിൻ്റെ പാർലർ ചെയ്യുന്ന എല്ലാ സൗന്ദര്യ സംവർദ്ധക ചികിത്സകളും ഇവിടെയും നടത്തും. ജെൻസിനും ഇന്നിപ്പോൾ സൗന്ദര്യം വേണം എന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. എന്തായാലും വൈകുന്നേരം ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് കക്ഷി വൈകുന്നേരം എത്തി. അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു ഹെയർ സ്റ്റൈല്, അത് കഴിഞ്ഞിട്ട് ബ്ലീച്ച്, ഫേഷ്യൽ, ഒരു മസാജ് ഇങ്ങനെയൊക്കെ ചെയ്തു. അവസാനം അങ്ങേർക്ക് വളരെ തൃപ്തിയായിട്ട് തോന്നി. വളരെ സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു, ഇത് നല്ലൊരു പരിപാടിയാണ്, മനസ്സിനും ആരോഗ്യത്തിനും ഇത് വളരെ, സൗന്ദര്യം മാത്രമല്ല മനസ്സിനും ആരോഗ്യത്തിനും, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും കൂടി ഇത് പറ്റിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോകുന്ന അതിന് മുമ്പ് ഒരു 3-4 പ്രാവശ്യം ഇവിടെ വന്ന് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഈ ജെൻസിൻ്റെ ബ്യൂട്ടി പാർലർ പുരോഗമിച്ച് വരുന്ന ആ കാലയളവിൽ ഒരു നാട് നമ്മുടെ സഹാവ് EMSൻ്റെ മരുമകൻ CK ഗുപ്തൻ അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, അച്ഛന് അന്ന് വീട്ടിൽ വന്നൊന്ന് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ EMS ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ താല്പര്യം തോന്നി. കാരണം ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനും കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ടൈമും പറഞ്ഞു. ആ ടൈമിന്, അതായത് പിന്നെ കവടിയാറായിരുന്നു അദ്ദേഹം അന്ന് താമസിച്ചിരുന്നത്. കവടിയാർ രാവിലെ 6 മണിക്ക്, കൃത്യം 6 മണിക്ക് തന്നെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വീട് കണ്ടുപിടിച്ച് സ്കൂട്ടറിൽ നേരെ അവിടെ പോയി. അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ ഗേറ്റ് തുറന്നിടുന്ന അകത്ത് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൾ ഗിരിജ ഉണ്ടായിരുന്നു. അപ്പോൾ ഗിരിജ പറഞ്ഞു, അച്ഛന് ഹെയർ കട്ട് ചെയ്യാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ പോയല്ലോ. അപ്പോൾ എന്താണെന്നറിയാതെ ഞാൻ അങ്ങനെ നിന്നപ്പോൾ അച്ഛൻ 6 മണിയാകുമ്പോൾ അച്ഛൻ അടുത്ത് പരിപാടി കുളിക്കാൻ കയറി. വിരോധമില്ലെങ്കിൽ നാളെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നാളെ ഞാൻ കൃത്യമായിട്ട് വരുമ്പോൾ കറക്റ്റ് 6 മണിക്ക് തന്നെ എത്തണേ. ഞാൻ സമ്മതിച്ച് പോയി. പിറ്റേ ദിവസം ഞാൻ രാവിലെ 6 മണിക്ക് തന്നെ
6:05 ബാക്കി നിൽക്കവേ 5:55 ഞാൻ ആ വീട്ടിലെത്തി. പാലുകാരും പത്രക്കാരും ഒക്കെ ആ ഗേറ്റിന്മേലുണ്ടായിരുന്നു, ഗേറ്റിനടുത്ത്. അങ്ങനെ നിശ്ചിത സമയത്ത് തന്നെ വീട്ടിലെത്തി. കൃത്യ നിർവഹണത്തിനായി അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നുടനെ തന്നെ അദ്ദേഹം നിറഞ്ഞ ചിരിയോടുകൂടി 2 കൈയും എടുത്ത് കൂപ്പി എന്നോട് കടന്നു വരൂ എന്ന് പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചുറ്റുപാട് നോക്കുകയാണ്, വേറെ ആരെങ്കിലും കണ്ട് തൊഴുതാണോ എന്ന് സംശയം വന്നു. അല്ല, വേറെ ആരുമില്ല, എന്നെ തന്നെ. എനിക്ക് പ്രത്യാഭിവാദ്യം ചെയ്യാൻ പോലും എനിക്ക് അന്നത്തെ അപ്പോൾ തോന്നിയില്ല. അതാണ് എൻ്റെ സത്യം. വീട്ടിൽ ഒരു റൂമിൽ പോയി ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ വീട്ടുകാര്യം, നാട്ടുകാര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്നിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. വളരെ EMനെ സംബന്ധിച്ച് എൻ്റെ അറിവിന് വളരെ വ്യത്യാസമായ ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടായത്. ഒരു സാധാരണക്കാരൻ്റെ എല്ലാ വികാരങ്ങളോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. പോകുന്ന സമയത്ത് എനിക്കൊരു 100 രൂപ എടുത്ത് കയ്യിൽ തന്നു. അതിനിടയ്ക്ക് ചായയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 100 രൂപ എടുത്ത് കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 100 രൂപ വേണ്ട. അന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു ഹെയർ കട്ടിന് 10 രൂപ മതി, എനിക്ക് 10 രൂപ മതി, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കൈ കൊണ്ട് സകലം ബലപ്പിച്ച് എൻ്റെ കയ്യിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ അത് കൈ കൊണ്ട് വാങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ബാലൻസ് കിടന്ന ഒരു 90 രൂപ എടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ട് ആ 100 രൂപ വാങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൂലി പറഞ്ഞ് വാങ്ങാൻ പ്രേരിപ്പിച്ച താങ്കളാണ്. താങ്കളിൽ നിന്ന് തന്നെ ഞാൻ കൂടുതൽ കാശ് വാങ്ങുന്നത് ശരിയല്ല. ഞാൻ വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് എനിക്ക് 10 രൂപ മതി. അങ്ങനെ ഓരോ 20 ദിവസം കഴിയുമ്പോഴും ഞാൻ അദ്ദേഹത്തിന് ഹെയർ കട്ട് ചെയ്യാൻ പോകുമായിരുന്നു. അത് പിന്നീട് അദ്ദേഹം ഇന്ന ദിവസം വരണമെന്ന് പറയുകയോ അല്ലെങ്കിൽ തലേദിവസം വിളിച്ച് അറിയിക്കുകയോ ചെയ്യില്ല. ഇന്ന് ഹെയർ കട്ട് ചെയ്താൽ ഇന്ന് മുതൽ 20-ാം ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കൃത്യം 6 മണിക്ക് അദ്ദേഹം എവിടെയൊക്കെ താമസിച്ചിരുന്നോ അവിടെയൊക്കെ ഞാൻ പോയിരുന്നു. അദ്ദേഹം റെഡിയുമായിരുന്നു. അദ്ദേഹം അത് മുടി വെട്ടിക്കാൻ തയ്യാറായി അദ്ദേഹം ആ വീട്ടിലിരിപ്പുണ്ടാവും. കറക്റ്റ് ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലും. സന്തോഷമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞാനൊന്ന് വൈകി. എനിക്ക് യാദൃശ്യമായിട്ട് ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നതുകൊണ്ട് ഒന്ന് വൈകി. അദ്ദേഹം അന്ന് വളരെ വിഷമിക്കുന്നതായി ഞാൻ കണ്ടു. അദ്ദേഹം എന്നാൽ ആ അസ്വസ്ഥത എന്നോട് പ്രകടിപ്പിച്ചില്ലായിരുന്നു, നീരസവും പ്രകടിപ്പിച്ചില്ല. എന്നോട് സ്നേഹത്തോട് തന്നെ പെരുമാറി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിഷമം എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ ഒരിക്കലും ആ സമയം തെറ്റിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്ത് വന്നിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം 3 വീട് മാറി. ഒന്ന് കവടിയാറ്, മേലെ തമ്പാനൂർ, അമ്പലത്തറ. ഈ 3 വാടക വീട്ടുകളിലും ഞാൻ പോയി ഹെയർ കട്ട് ഈ പറഞ്ഞ രീതിയിൽ പോയി ഹെയർ കട്ട് കൃത്യ ടൈമിൽ പോയി ചെയ്തു പോരും. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സമയനിഷ്ഠ ഇത്രയും കർശനമായി പാലിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. എന്നെ അമ്പരപ്പിച്ചിട്ടുമുണ്ട്. ഒരു ദിവസം ഒരു നിമിഷം പോലും പാഴാക്കാതെ ഔദ്യോഗിക പ്രോഗ്രാമുകളും എഴുത്തും വായനയും എല്ലാം കൃത്യതയോടെ രേഖപ്പെടുത്തി അത് കണിശമായി പാലിച്ചു വരുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം അങ്ങനെയായിരുന്നു. പക്ഷേ ഒരു നാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മേലെ തമ്പാനൂരായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു 3-4 ദിവസം ആരോടും ഒന്നും പറയാതെ അങ്ങനെ കിടപ്പായിരുന്നു. ആഹാരം കഴിക്കാതെയും അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമായിരുന്നു. അന്ന് AK സെൻറ്ററിൽ നിന്നും ബന്ധുക്കളും AK സെൻറ്ററിൽ നിന്നുള്ള പാർട്ടിക്കാരും ഒക്കെ വന്ന് ആ വീട്ടിൻ്റെ ചുറ്റും മേലെ തമ്പാനും വീട്ടിൻ്റെ ചുറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തും സംഭവിക്കാം. ഇതാണ് അവസ്ഥ.
ഞാൻ ഓരോ ദിവസം പോകുമ്പോൾ 4-ാം ദിവസം ഞാൻ അവിടെ പോയപ്പോൾ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ ഈസി ചെയറിരുന്ന് പിന്നെ ബനിയനും ലുങ്കിയും കൊടുത്ത് എന്തൊക്കെയോ അത്യാർത്ഥിയോടുകൂടി വായിക്കുകയും കുത്തിക്കുറിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അതാണ് EMS. അദ്ദേഹം ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയാൽ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ്. മിക്കവാറും രാവിലെ കാപ്പി കുടിക്കുന്ന സമയത്തായിരിക്കും ഞാൻ അവിടെ ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, നാട്ടിലെല്ലാവർക്കും കയറി കിടക്കാൻ ഇടവും വയറ് നിറയെ ഭക്ഷണമില്ലാതെ കഴിയാനുള്ള സാഹചര്യവും ഉണ്ടാകുന്ന അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സഖാവ് EMSൻ്റേത്. ഒരു നാൾ മേലെ തമ്പാനൂർ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അവിടെ ഉള്ള ജോലിക്കാരും ഇല്ലാതെ EMഉം അമ്മ ആര്യ അന്തർജനവും മാത്രം ഉണ്ടായിരുന്ന ഒരു സന്ദർഭം. ഞാൻ രാവിലെ പോയി EMന് ഹെയർ കട്ടൊക്കെ ചെയ്ത് സോഫയിൽ അമ്മ ഇരിക്കുന്നു. അമ്മയോടൊപ്പം ഇത്തിരി കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്ത് EM അതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ EM പറഞ്ഞു, മകന് ചായ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. ഈ അമ്മയെ കൊണ്ട്, ഇത്രയും പ്രായമായ അമ്മയെ കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കേണ്ട ഒരവസ്ഥയുണ്ടോ? അങ്ങനെ വരുന്നത് മഹാപാവമല്ല എന്നൊക്കെ എൻ്റെ മനസ്സിലങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ കളവായിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീട്ടിൽ നിന്നൊരു ചായ കുടിച്ച് പോരെങ്കിൽ തട്ടുകട, തമ്പാനൂർ തട്ടുകടയിൽ നിന്നൊരു ചായ കുടിച്ചു. എനിക്കിപ്പോൾ വയറ്റിന് നല്ല സുഖമില്ല, അതുകൊണ്ട് ചായ വേണ്ട. മുണ്ടാണ്ടിരിക്കൂ മോന, അച്ഛൻ വാക്ക് പറഞ്ഞാൽ വാക്കാ. അതിൻ്റെ മുന്നിൽ എനിക്ക് എതിർത്ത് പറയാനൊന്നുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നു. അമ്മ അകത്ത് പോയി 5-8 മിനിറ്റിനകത്ത് ആവി പറക്കുന്ന ചായയുമായി മുന്നിൽ. ഇതാണ് EMൻ്റെ വീട്ടിലെ ഒരു സാഹചര്യം. അദ്ദേഹം എന്നെ ഒരു മകനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. അത്രയും സ്നേഹവായ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നോട്, എനിക്ക് അങ്ങോട്ടും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും ഒക്കെ ആ തരത്തിൽ തന്നെ എൻ്റെ കസ്റ്റമറായി. അവർക്കൊക്കെ EM മറയുവോളം അവരൊക്കെ എൻ്റെ കസ്റ്റമറും വേണ്ടപ്പെട്ട ആൾക്കാരും ആയിരുന്നു. ഒരു നാൾ EMSന് മുടി മുറിക്കാൻ ചെന്നപ്പോൾ അമ്മയുടെ ഹെയർ കട്ട് കൂടി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അത് EM അല്ല പറഞ്ഞത്, സഖാവ് രാധയും മരുമൻ CK കുപ്തനും എന്നോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നു. അച്ഛന് നീ ഹെയർ കട്ട് മേലെ ഇവിടെ അമ്പലത്തറ താമസിച്ചിരുന്നപ്പോൾ അച്ഛൻ ഇനി ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ അമ്മയ്ക്കും സാധാരണയിൽ നിന്ന് ഇത്തിരി പറ്റ മുടി വെട്ടിയേക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അച്ഛന് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം അമ്മ ബെഡ്റൂമിൽ അങ്ങനെ കുളിച്ച് റെഡിയായി ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ് രാവിലെ മൂടി പുതച്ച്. ഒരു തണുപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ മുടി വെട്ടണം. അത് ഈ ഇടയ്ക്കല്ലേ മുടി വെട്ടി, വരുമ്പോൾ മുടി വെട്ടണ്ടെന്ന് പറഞ്ഞു. അതല്ല, പിന്നെ മകളും മരുമകനും ഒക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അത് വെട്ടാതിരിക്കാൻ പറ്റില്ല, കുറച്ച് വെട്ടിയാൽ മതി അമ്മേ. അങ്ങനെ കുറച്ച് മുടി വെട്ടാമെന്നുള്ള അമ്മ സമ്മതിച്ചു. എൻ്റെ നിർബന്ധത്തിന് മുന്നിൽ അമ്മ വഴങ്ങി മുടി വെട്ടാൻ സമ്മതിച്ചു. അപ്പോൾ അമ്മ നമ്മുടെ അമ്മുമ്മമാരെ പോലെയാണ്. കാരണം ചെറുമക്കളോട് ഇടപെടുന്ന രീതിയിൽ അവരുടെ കാര്യം ഇവരുടെ കാര്യം അങ്ങനെ കൊച്ചു വർത്തമാനമൊക്കെ പറയുന്ന ഒരു രീതിയാണ്. മുടിവെട്ടി കഴിയുന്നത് വരെ അമ്മ സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മ മുടിവെട്ടി കഴിഞ്ഞിട്ട് നിലക്കണ്ണാടിയിലൊന്ന് നോക്കി. അമ്മ ഞെട്ടിപ്പോയി. കാരണം മുടി പറ്റ മുറിച്ചു. എന്താ മോഹന, മുടി പറ്റ മുറിച്ചോ?
എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് സഹിക്കാനായില്ല. തലയിൽ നോക്കി കണ്ണടയിൽ നോക്കിയിട്ട് കണ്ണടയിൽ നോക്കി നിലക്കണ്ണാടിയിൽ നോക്കിയിട്ട് അവർക്ക് സഹിക്കാനാവുന്നില്ല. അവർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അത് കണ്ട് വളരെ വിഷമിച്ച് ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ EMS സാവകാശം കൂടി കഴിഞ്ഞ് അങ്ങോട്ട് വന്നു. അമ്മയുടെ മുഖത്തിൻ്റെ പകർച്ചയും എൻ്റെ നിൽപ്പും കണ്ടിട്ട് EMS സാവകാശം അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഫേഷ് ഇത് മതി, നന്നായിരിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ തോളി തട്ടിയിട്ട്, വിഷമിച്ച് നിന്ന് എൻ്റെ തോളി തട്ടിയിട്ട് EMS പറഞ്ഞു, ഇനി ഇങ്ങനെ തന്നെ വെട്ടിയാൽ മതി എന്നാണ് EMS പറഞ്ഞത്. പക്ഷേ അറം പറ്റിയ വാക്കുകളായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച എത്തിയപ്പോൾ സഖാവ് നമ്മെ വിട്ടു പിരിയുകയാണ് ചെയ്തത്. പിന്നെയുള്ള കാലയളവിൽ എൻ്റെ ഇഷ്ടത്തിന് സഖാവ് പറഞ്ഞതുപോലെ തന്നെയാണ് അമ്മയ്ക്ക് ഞാൻ മുടി വെട്ടിക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് യാതൊരു പരിഭവമില്ലാതെ. അമ്മ അങ്ങനെ വിഷമിച്ചതിൻ്റെ കാര്യം, ബ്രാഹ്മിൺ സ്ത്രീകൾക്ക് ഭർത്താവ് ജീവിച്ചിരിക്കെ തല മുണ്ഡനം ചെയ്താൽ അത് എന്തോ ഒരു ശാപം കിട്ടിയതുപോലെയുള്ള ഇതാണ്. അങ്ങനെ എന്തോ നല്ല ഒരു ലക്ഷണമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ തരത്തിലാണ് EMSൻ്റെ ഒരു രീതി. പിന്നെ ഒരു നാൾ ഞാൻ EMന് ഹെയർ കട്ട് ചെയ്യാൻ പോയപ്പോൾ EMൻ്റെ തലയിൽ നിന്ന് കുറച്ച് മുടി ഞാൻ കട്ട് ചെയ്തെടുത്തു. അന്നേ ദിവസം തന്നെ അമ്മയുടെയും ഹെയർ കട്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് എനിക്കപ്പോൾ തോന്നി, അതിൽ നിന്ന് കുറച്ച് ഹെയർ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എൻ്റെ പാർലറിൽ വന്നിട്ട് ഒരു ചില്ലിട്ട് ഞാനത് സൂക്ഷിച്ചു. EMന് പുതയ്ക്കാൻ ഉപയോഗിച്ച മുണ്ടും അതുപോലെ ഹെയർ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച കത്രിക തുടങ്ങി മറ്റു ഉപകരണങ്ങളും അണുവിമുക്തമാക്കി ഞാൻ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഇനിയൊരു കാലഘട്ടത്ത് EMൻ്റേതായ ഒരു സ്മാരകമോ അതുപോലെ ഒരു മ്യൂസിയമോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഭാവി തലമുറയ്ക്ക് കാണാമല്ലോ എന്ന ചിന്തയായിരുന്നു അതിൻ്റെ പിന്നിൽ എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ അത് ഇപ്പോഴും ഞാൻ ഭദ്രമായി സൂക്ഷിക്കുകയാണ്. ഇതിനിടയ്ക്ക് EMന് അടിയന്തരമായി ഡൽഹിയിൽ പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. മരുമകൾ 2 ദിവസത്തിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചു, ഗിരിജ, അച്ഛന് അത്യാവശ്യമായി മുടി ഡൽഹി പോകേണ്ടതുള്ളതുകൊണ്ട് നാളെ രാവിലെ തന്നെ വന്നെത്തി അച്ഛന് മുടി വെട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം പോകാൻ വല്ലാത്തൊരു മടി തോന്നി. കാരണം മറ്റൊന്നുമല്ല, ഒരു കണ്ണിനൊരു ചൊറിച്ചിൽ, എന്താണെന്ന് എനിക്കല്ല, വല്ലാത്ത ചൊറിച്ചിൽ, നീരും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിങ്ങനെ വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാനും വയ്യ. ഞാൻ രണ്ടും കൽപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ പോയി EMന് ഹെയർ കട്ട് ചെയ്തു. പിറ്റേ ദിവസത്തെ പത്രം നോക്കിയപ്പോൾ EMന് ചെങ്കണ്ണായതിനാൽ ഒരാഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ ഒരു പത്രവാർത്ത AKG സെൻറ്ററിൽ നിന്ന് ഉണ്ടാവുകയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അത് ഞാൻ ഒരു സന്ദർഭത്തിൽ EMനോട് പറയുകയും ചെയ്തു. EM ചിരിച്ചു. പിന്നെയുള്ള ഒരു കാര്യം, EMന് ഈ സമയനിഷ്ഠ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമല്ല, സാധാരണ പാവപ്പെട്ടവരുടെ വീടുകളിലുണ്ടാകുന്ന എന്തെങ്കിലും പരിപാടികൾക്ക്, ചടങ്ങുകൾക്ക് EM പങ്കെടുക്കാറുണ്ട്. അതിലൊന്ന് എൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശം, കൈമനത്ത് എൻ്റെ വീടിൻ്റെ പാലുകാച്ച്. അന്ന് ഞാൻ EMനെയും കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചു.
അതേപോലെ തന്നെ TK രാമകൃഷ്ണൻ, അന്നത്തെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു TK രാമകൃഷ്ണൻ സഖാവ്. അപ്പോൾ ഇവർ രാവിലെ പറഞ്ഞ നിശ്ചിത സമയത്ത് തന്നെ വീട്ടിലെത്തുകയും നാട മുറിച്ച് ഞങ്ങളെ ഗൃഹപ്രവേശം നടത്തുകയും ഭദ്രദീപം TK കൊണ്ട് ഭദ്രദീപം തെളിയിപ്പിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന 1 മണിക്കൂർ നേരം അദ്ദേഹം അതിഥിയല്ലായിരുന്നു, ആതിഥേയനായിരുന്നു. വരുന്ന ബന്ധുമിത്രാദികളോടും നാട്ടുകാരോടും ഒക്കെ കുശലം പറയും, മറ്റു കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിത്വം. മറ്റൊന്ന്, എൻ്റെ ഒരു പുസ്തക പ്രകാശനം ഞാൻ EMനോട് പറഞ്ഞു. എങ്കിലും എനിക്കൊരു ഉൾത്തരിപ്പുണ്ടായിരുന്നു. വിഷയം EMുമായിട്ട് EM എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ വയ്യാത്തൊരു വിഷമം. കാരണം വിഷയം ശരീരകേശ സൗന്ദര്യ സംവർദ്ധനം. EMനെ ക്ഷണിക്കുമ്പോഴും EM പ്രകാശന കർമ്മം നിർവഹിക്കാൻ എത്തിയപ്പോഴും എനിക്കൊരു ഉൾത്തരിപ്പുണ്ടായിരുന്നു. EM എങ്ങനെ പ്രതികരിക്കും? പക്ഷേ EM പറഞ്ഞു, പ്രകാശനം ചെയ്തുകൊണ്ട് EMS പറഞ്ഞു, കലയ്ക്ക് പരിമിതിയില്ല. ഒരുവൻ ചെയ്യുന്ന തൊഴിൽ ആത്മാർത്ഥതയോടും അർപ്പണ മനോഭാവത്തോടും ചെയ്യുമ്പോൾ അതിന് മൂല്യം ഉണ്ടാകുന്നു. മുടിവെട്ടുകാരനെയും അലക്കുകാരനെയും കളിമൺ പാത്ര നിർമ്മാതാവിനെയും മതിൽ കെട്ടി നിർത്തിയിരുന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. അതിന് ഈ പ്രസ്ഥാനം വഹിച്ച പങ്ക്, വിപ്ലവ പ്രസ്ഥാനം വഹിച്ച പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് ഏവർക്കും ആത്മവിശ്വാസം പകരാനും ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾ മനസ്സിരുത്തി നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താനും ഉതകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. തന്നെയുമല്ല, ഈ മേഖലയിൽപ്പെട്ടിരിക്കുന്ന അനേകരും പാശ്ചാത്യ സംസ്കാരത്തിനൊപ്പം തന്നെ ഫാഷൻ പ്രവണത, ആ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതേ മാതൃക തന്നെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ മാതൃകയ്ക്കും ശൈലിക്കും യോജിച്ച തരത്തിൽ സൗന്ദര്യ ചികിത്സകൾ നടത്തുന്നത് കൊള്ളാം. അതും പ്രകൃതിജന്യ വസ്തുക്കളായാൽ ഏറെ നന്ന്. ഇങ്ങനെ പറഞ്ഞ് പുസ്തകം പ്രകാശനം നടത്തി.